നമ്മുടെ ഭാഷയ്ക്ക് ശക്തിയുണ്ട്. ആരെയെങ്കിലും ഉയർത്താനായാലും തകർക്കാനായാലും. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ, അതും സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പൊരുതുന്ന ഒരു സ്ത്രീയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചാൽ രേണു സുധി. സ്വന്തം വഴിയെ നിൽക്കുന്ന, ധൈര്യത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ. അവർ പറയുന്നത് നമ്മളിൽ പലർക്കും ദേഷ്യം വരാം. പക്ഷേ അതിൻ്റെ പേരിൽ അവളെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നവനോട് നമുക്ക് ചോദിക്കാം, നിനക്ക് എത്ര നാണമുണ്ട്? ഒരു സ്ത്രീയെ വിമർശിക്കാൻ നിങ്ങൾക്ക് ആശയമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിധി അറിയണം. വിമർശനം വേറെ, അപമാനം വേറെ. ഈ സമൂഹത്തിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യം ദഹിക്കാത്ത ചില ആളുകളുണ്ട്. ഇന്നും ഒരുപാട് സ്ത്രീകൾ തങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പൊരുതുന്നു. അവർക്ക് പ്രശ്നങ്ങളുണ്ടാവാം, അതോടൊപ്പം അവർക്ക് സ്വപ്നങ്ങളുമുണ്ട്. അവരെ പിന്തുടരുന്നതിന് പകരം പിന്തുണയാകാൻ നമുക്ക് കഴിയില്ലേ? ഒരു സ്ത്രീക്ക് വയറു കാണിച്ചാൽ അവളെ പരിഹസിക്കാൻ തുടങ്ങുന്ന സമൂഹം. ജീവിതം ഒരു പോരാട്ടമാണെന്നറിയാതെ കടം വാങ്ങുന്നത് കുറ്റമാണെന്ന് വിശ്വസിക്കുന്ന ചിലർ. ഇതെല്ലാമാണ് രേണു സുധി എന്നൊരാളെ വിമർശിക്കാൻ നിങ്ങളിൽ ചിലർ കണ്ടുപിടിക്കുന്ന ന്യായങ്ങൾ. കോവിഡ് സമയത്ത് എത്രയോ പേർ എല്ലാം നഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതുപോലും ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് കയറിപ്പോയ എത്രയോ മലയാളികളുണ്ട്. കടം വാങ്ങി ലക്ഷക്കണക്കിന് മുതലുകൾ തിരിച്ചു നൽകാനാവാതെ ആത്മഹത്യ ചെയ്തവരും ഒരു വാക്കുപോലും പറയാതെ ഇവിടുന്ന് നാട്ടിലേക്ക് പോയവരും ഉണ്ട്. അവരുടെ ഒരു നേരത്തെ പട്ടിണി മാറ്റാൻ കടം വാങ്ങിയിട്ടുണ്ടാവാം. ഒരു പക്ഷേ പറഞ്ഞ സമയത്ത് തിരികെ നൽകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെയാണോ നിങ്ങളിൽ പലരും കണ്ടുപിടിക്കുന്ന കുറ്റങ്ങൾ? പിന്നെ ഒരു ജീവിതം പറ്റിയില്ലെങ്കിൽ അതിൽ തന്നെ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് രേണു സുധി എന്നൊരാളെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം കൂടി നൽകുകയാണ്. എല്ലാവരും കൂടി സഹായിച്ച് ഒരു വീട് വെച്ച് നൽകി ആ വീട്ടിൽ ആരൊക്കെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നതും നിങ്ങളിൽ ചിലർ. 5 വയസ്സുള്ള തൻ്റെ മകനെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ ഏൽപ്പിച്ചു പോയതും നിങ്ങളിൽ പലർക്കും കുറ്റം. എത്രയോ സ്ത്രീകൾ വിദേശത്ത് സ്വന്തം അച്ഛനെയും അമ്മയും ഏൽപ്പിച്ച് ജോലിക്ക് പോകുന്നു. അവസാനം അതിനെതിരെ നിങ്ങളിൽ പലരും റിയാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി നോക്കുമെന്ന്. അതിൻ്റെ പേരിലും നിങ്ങളിൽ പലരും ആ സ്ത്രീയെ വേട്ടയാടിയില്ലേ? ഇങ്ങനെയൊരു ചോദ്യം നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ മറുപടി എന്താകും? അവർ വയറ് കാണിച്ചത് കുറ്റമാണോ, അതോ അത് കാണുന്ന നിങ്ങളുടെ മനസ്സിനാണോ അസുഖം പിടിച്ചത്? കടം വാങ്ങുന്നത് അവർക്ക് വിശപ്പ് മാറ്റാനാണെങ്കിലോ? രേണു സുധി പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ എതിർക്കുമോ? എന്നാൽ നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊരു ജീവിതം പോരാടി നോക്കിയിട്ടുണ്ടോ? ഒരു സ്ത്രീയുടെ ശരീരം, അവളുടെ ശബ്ദം, അവളുടെ ജീവിതം, ഇതെല്ലാം അവളുടേതല്ലേ? നിങ്ങൾക്ക് ആ സൗന്ദര്യം, ആ വസ്ത്രം, ആ വേദനയെല്ലാം ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് നൽകിയത് ആരാണ്? സൗന്ദര്യത്തെക്കുറിച്ച് വിമർശിക്കുന്നവർ തിരുവനന്തപുരത്തെ RCC എന്ന ഹോസ്പിറ്റലിലേക്ക് ഒരു നിമിഷം പോയി നോക്കൂ. പല്ലിയെന്നും ഓന്തെന്നും പറഞ്ഞ് ഒരു സ്ത്രീയെ പരിഹസിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ മറിച്ചു ചിന്തിക്കാൻ തുടങ്ങും. രേണു സുധിയെ പോലെയുള്ള സ്ത്രീകൾ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കുകയാണ്. അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു വെറുപ്പിച്ചാലും അവർ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. നല്ലവരാകാൻ അവസരം എല്ലാവർക്കുമുണ്ട്. എന്നാൽ അവളെ തകർക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആരെങ്കിലും ഉയർത്താൻ ശ്രമിച്ചു നോക്കൂ. അതാണ് മനുഷ്യത്വം. വയറ് കാണിക്കുന്നത് അപമാനമല്ല, കടം വാങ്ങുന്നത് വലിയൊരു ക്രൈമുമല്ല. ഒരു സ്ത്രീയുടെ ജീവനോടെ മുന്നോട്ട് പോകാനുള്ള പോരാട്ടം, അതാണ് ധൈര്യം. സ്റ്റാൻഡ് വിത്ത് രേണു സുധി. സ്റ്റോപ്പ് ബോഡി ഷേമിംഗ്. റെസ്പെക്ട് സ്ട്രഗിൾസ്. സപ്പോർട്ട് റിയൽ വുമൺ. താങ്ക് യു.